ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു D4 ഡ്രീംസ്. നമ്മളൊരു ഈസി ആൻഡ് ടേസ്റ്റി ഫിഷ് മോളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 3 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 3 വലിയ പച്ചമുളക് എടുത്തു, ഇതുപോലെ നീളത്തിലരിഞ്ഞ് മാറ്റി വെച്ചു. ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അര നാരങ്ങയുടെ നീര് ഇത്ര കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് റെഡിയാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു പേസ്റ്റാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫിഷിനെ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുള്ളത്. ഒരുപാട് തിക്കായിട്ടുള്ള കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല, ലൈറ്റ് ആയിട്ടുള്ള ഒരു കോട്ടിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ ഒരു പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുക. നമുക്ക് ഫ്ലഷുള്ള ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കരിമീനാണ്. കരിമീൻ ഉപയോഗിച്ചിട്ടുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് പകരം നെയ്മീനോ മറ്റേതെങ്കിലും നല്ല ഫ്ലഷുള്ള മീനുകൾ ഉപയോഗിക്കാം. നെക്സ്റ്റായിട്ട് നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഫിഷിന് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. സെയിം ഓയിലിലേക്ക് തന്നെ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇത് മൂന്നും കൂടി ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നെക്സ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയ്ക്ക് പകരം ഹാഫ് ക്വാണ്ടിറ്റി ചെറിയ ഉള്ളി കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും തന്നെ നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ നേരത്തെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോ കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഏകദേശം മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് തേങ്ങയുടെ 2 പാൽ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഗ്രേവി ഇതുപോലെ തിക്കായി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് തേങ്ങയുടെ 1ാമത്തെ പാലും കൂടി ചേർത്ത് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂ പേസ്റ്റ് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാഷ്യൂ പേസ്റ്റ് കൊണ്ട് ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വരും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൊണ്ട് ചേർത്താൽ നമ്മുടെ അടിപൊളി ഈസി ആൻഡ് ടേസ്റ്റി ഫിഷ് ബോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പവും അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.